പനി മാറിക്കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഒരു വലിയ പണിയാണ് തിരുമ്പലിട്ട. വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിച്ച് ശീലമില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അതിനോട് വലിയ താല്പര്യം തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹൗസ് വാമിങ്ങിന് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ വാഷിംഗ് മെഷീൻ ഞങ്ങൾ കൊടുത്തു. എന്തിനാ വെറുതെ ഭംഗിക്കിരിക്കണ പോലെ ഒരെണ്ണം. പക്ഷെ സത്യം പറഞ്ഞ ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ അത് ഓർത്ത് ഖേദിക്കുന്നുണ്ട് കേട്ടോ. പനി പിടിച്ച് തല പൊക്കാൻ പറ്റാത്തോണ്ട് തന്നെ തിരുമ്പാണ്ട് ഒരു 3 ദിവസത്തെ തുണികൾ ഇതേ കഴുകാണ്ടായിരുന്നു. അവസാനം ഒന്ന് ഭേദമായപ്പോ എല്ലാം കൂടി എടുത്ത് ഞാൻ തിരുമ്പാൻ തീരുമാനിച്ചു. അങ്ങനെ ഉണങ്ങിയ തുണികളൊക്കെ എടുത്തോണ്ടായിട്ട് ഇത് കഴുകിയ തുണികളൊക്കെ തോരട്ട് തുടങ്ങിയിട്ടാ. ഈ ഒരു സന്ദർഭത്തിലാണ് ഞാൻ സത്യം പറഞ്ഞ വാഷിംഗ് മെഷീന്റെ വില അറിയുന്നത്. ഈ ഒരു കാര്യത്തിൽ ഞാൻ കുറച്ചും കൂടി അപ്ഡേറ്റ് ആവാനുണ്ടെന്നാണ് എന്റെ നിഗമനം. പിന്നെ അത് ഉണങ്ങിയ തുണികളൊക്കെ വേർതിരിച്ച് അടക്കി പറക്കി വെക്കണം. അതായത് ചേട്ടന്റെ എന്റെ ഉണ്ണിയുടെ ഒക്കെ വേർതിരിച്ച് വെക്കണല്ലോ. അങ്ങനെ ഇതെല്ലാം ഷെൽഫിൽ കൊണ്ട് വെച്ചതിന് ശേഷം എനിക്ക് വേണ്ടത് വലിയൊരു റെസ്റ്റ് ആണ് സത്യം പറഞ്ഞത്. പോയ പനി തിരിച്ചു വരുമെന്ന് മാത്രം ഇപ്പൊക്ക് പേടിയുള്ളൂ. കാരണം അമ്മ അതിൽ തിരുമ്പലായിരുന്നു ഞാൻ ഇപ്പൊ തിരുമ്പിയേക്കണത്. എന്തായാലും ഇങ്ങനെ പോയി ശരിയാവില്ല. ഒരു ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങിയാലേ റെഡി ആവുള്ളൂ. പിന്നെ നമ്മുടെ ഉണ്ടായിരുന്ന വാഷിംഗ് മെഷീൻ സെമി അടന്നു കിട്ടാ. അതുകൊണ്ട് പിന്നെ നമ്മൾ കൊടുത്തത് എല്ലാം കഴിഞ്ഞത് ഇങ്ങനെ വന്ന് കിടക്കുമ്പോഴുള്ള സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളൂ. നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ബൈ.